നമ്മുടെ രണ്ടാമത്തെ പുട്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞോണ്ട് ഇപ്പോൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. വൈറ്റ് അടിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വൈറ്റ് അടിക്കുന്ന നോക്കാം. ഇവിടെ രണ്ടാമത്തെ പുട്ടി ബാക്കിൽ ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ. ഇനിയിപ്പോൾ പെയിൻറ്റിങ് നമുക്ക് നോക്കാം. ഇങ്ങനെ മറ്റേ ആ കുട്ടി ബെൻസില്ലേ അവിടുത്തെ അതിൻ്റെ ഒരു ഫിനിഷിങ് ഉണ്ടാവും. ഫ്രണ്ട്സ്, അത്യാവശ്യം പുട്ടിയൊക്കെ ഇട്ട് രണ്ടാമത്തെ പുട്ടിയൊക്കെ ഇട്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഈ പെയിൻ്റ് അടിക്കുന്ന എപ്പോഴാണെന്ന് അറിയത്തില്ല. ജസ്റ്റ് നോക്കാം. ഇവിടെ ഇട്ട് പിടിക്കുന്നു. പിന്നെ നമ്മുടെ ലൈറ്റൊക്കെ മാസ്ക് ചെയ്തിട്ടുണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ എല്ലാം മാസ്ക് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ടിന് ലൈറ്റ് മാസ്ക് ചെയ്തിരിക്കുക. ഇനിയിപ്പോൾ മറ്റേ ഈ ഒരു കളർ നമുക്ക് അടിക്കുന്നത് ജസ്റ്റ് നോക്കാം കേട്ടോ. നമ്മുടെ ഈ കളർ അടിച്ച് ഇപ്പോൾ താഴത്തുള്ള മെയിൻ്റെനൻസ് ആയിട്ടുള്ള ബ്ലാക്കും കാര്യങ്ങളൊക്കെ അടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ലൈറ്റിൽ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ എയർ, അതേപോലെ ടാങ്ക് തന്നെ വേറെ സംഭവം, അതേപോലെ ഫ്രണ്ടിലൊക്കെ അടിച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇനിയിപ്പോൾ അപ്പുറത്ത് അടിക്കുന്നത് നോക്കാം. ഇത് അടിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അതേപോലെ ഇവിടെ വൈറ്റൊക്കെ അടിച്ച് നല്ല ഇത് കണ്ടോ, ഒരു വൈറ്റിൻ്റെ ചെറിയ പോർഷൻ ഇവിടെയൊക്കെ മാർക്ക് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഇത് ഈ ഒരു കളർ ബാക്കിൽ അടിക്കാനുണ്ട്. അതിനുള്ള സെറ്റപ്പാണ് നമ്മൾ ചേട്ടന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതും വൈറ്റ് അടിച്ചല്ലേ? ഓക്കെ, അടിച്ച് തന്നെ അതും വൈറ്റ് അടിച്ചു.
നമ്മുടെ ഈ കളർ അടിച്ച് ഇപ്പോൾ താഴത്തുള്ള മെയിൻ്റെനൻസ് ആയിട്ടുള്ള ബ്ലാക്കും കാര്യങ്ങളൊക്കെ അടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ലൈറ്റിൽ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ എയർ, അതേപോലെ ടാങ്ക് തന്നെ വേറെ സംഭവങ്ങൾ, പിന്നെ അതേപോലെ ഫ്രണ്ടിലൊക്കെ അടിച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇനിയിപ്പോൾ അപ്പുറത്ത് അടിക്കുന്നത് നോക്കാം. ഇത് അടിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഏകദേശം താഴത്തെ വൈറ്റിൻ്റെ എല്ലാം പൊളിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ജസ്റ്റ് ഇനി നമുക്കിനി മുകളിൽ പൊളിക്കാനുണ്ട്. ഇവിടെ ലൈറ്റിൻ്റെ എടുക്കാം. വേണ്ടല്ലോ, ഇപ്പോൾ എടുക്കണോ? നമ്മളപ്പോൾ ഈ ഒരു സംഭവം പൊളിച്ചു കേട്ടോ. നമുക്ക് അതേപോലെ ഇങ്ങോട്ടും പൊളിക്കാം. നോക്കാം, പതുക്കെ പൊളിക്കാൻ പറ്റുമെന്ന്. പതുക്കെ പൊളിക്കണമെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ അടിച്ചതാണ്. ഇത് ഉണങ്ങിയിട്ടില്ല. ജസ്റ്റ് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ അത്യാവശ്യം നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ടച്ചപ്പ് എല്ലാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ജസ്റ്റ് പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്പർ പ്ലേറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്പർ പ്ലേറ്റ് എഴുതി. ഇനിയിപ്പോൾ ബാക്കിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഇത്രയാവും. പിന്നെ ബാക്കിയുള്ള ടച്ചപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇവിടെയൊക്കെ നല്ല പക്ക കുട്ടപ്പനാക്കിയിട്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഷെയ്ഡിലൊക്കെ വരുന്നത് ബ്ലാക്കൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ഈ ഒരു ഗ്ലാസ്സിൽ വരുന്ന ബ്ലീഡിങ്ങിൻ്റെ അവിടുത്തെ ബ്ലാക്ക് അടിച്ചു. പിന്നെ വേറെ ഇങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ അകത്തൊക്കെ അടിച്ചൊന്നും അറിയത്തില്ല. അകത്ത് നമ്മുടെ സീറ്റിൻ്റെ അവിടെയൊക്കെ അടിച്ചു കേട്ടോ. സീറ്റ് ഇരിക്കുന്ന വശമൊക്കെ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി ഫ്രണ്ടിൽ നമ്മൾ നമ്പർ പ്ലേറ്റും നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട്. കുറച്ച് സംഭവങ്ങൾ മാത്രമേ എഴുതാനുള്ളൂ. ബാക്കി ടച്ചപ്പ് വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വൈപ്പറിൻ്റെ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും കഴിയാറായി കേട്ടോ. ജസ്റ്റ് ഇനി ഇപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ടച്ചപ്പ് വർക്ക് മാത്രമേ ഉള്ളൂ.
വണ്ടി അപ്പോൾ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ചേട്ടൻ വണ്ടി എടുക്കുവാണ്. ജസ്റ്റ് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചിങ്ങോട്ട് വരും. വണ്ടി ഇപ്പോൾ വണ്ടി എയറിലാണ്, ബ്രേക്കിന് വേണ്ടി എയർ എടുത്തോണ്ടിരിക്കുവാണ്.